ഹലോ അസ്സലാമു അലൈക്കും അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ദിവസത്തിന് ശേഷം നമ്മളൊരു DIY മിറർ ഡെക്കോറുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ റൂമിലേക്ക് ചെയ്തപ്പോൾ നിങ്ങളുമായിട്ട് കാണിച്ചു തരാമെന്നും മാത്രം വിചാരിച്ചതാണ്. അല്ലാണ്ട് ഇതിൻ്റെ ഒരുപാട് അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 8x8 ഇഞ്ചസിൻ്റെ ഒരു മിററാണ്. പിന്നെ ഈ ചോപ്പ് സ്റ്റിക്കില്ലേ, ബാംബൂ സ്റ്റിക്ക്, അത്, പിന്നെ ഒരു ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ്, ഗ്ലൂ ഗണ്ണ്, ഇത്രയും സാധനങ്ങൾ ആവശ്യമാണ് നമുക്ക് ഈ ഒരു ഡെക്കോർ ചെയ്യാൻ. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു സൈസിൽ തന്നെ ഒരു കാർഡ്ബോർഡ് കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ മിറർ കിട്ടിയില്ലെങ്കിൽ പകരം നിങ്ങൾക്ക് കേക്ക് ബോർഡില്ലേ, സർക്കിളിൽ വരുന്ന നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുന്നത്, ആ ബോർഡിൻ്റെ ഗോൾഡോ സിൽവറോ അവൈലബിൾ ആണ്. അത് വെച്ച് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. എന്നാൽ റിസ്ക്കും കുറവാണ്, റേറ്റും കുറവാണ്. എന്നിട്ട് ഈ ബോർഡിൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു 3 സർക്കിൾ മേലോട്ട് വരച്ചു കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ സ്റ്റിക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ അതൊരു വൃത്തിക്ക് ഒരേ അളവിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു 3 സർക്കിൾ വരച്ചു കൊടുക്കുന്നത്. ഒരു 3 സർക്കിൾ വരച്ചതിന് ശേഷം നമ്മളെ കയ്യിലുള്ള സ്റ്റിക്ക് നമുക്ക് ഈ സർക്കിളിൻ്റെ 4 ഭാഗത്തായിട്ട് വെച്ച് ഗ്ലൂ ഗണ്ണ് കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്റ്റിക്കുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളിങ്ങനെ ചെയ്തില്ലെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുകയാണെങ്കിലും നോ ഇഷ്യൂ. നിങ്ങൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. ഇതുപോലെ ബാക്കിയുള്ള 3 സൈഡിലും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നാല് സൈഡുകളിലും ഇതുപോലെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സ്റ്റിക്കുകൾ നമ്മൾ നേരത്തെ വരച്ചില്ലേ 3 സർക്കിൾ, അതിൻ്റെ എഡ്ജസിലായിട്ട് ഓരോന്നിങ്ങനെ വെച്ച് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം അടുപ്പിച്ച് ക്ലോസ് ആയിട്ട് ഓരോ സ്റ്റിക്കുകളും അറേഞ്ച് ചെയ്യാൻ നോക്കുക. എന്നാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. എൻ്റെ കയ്യിൽ സ്റ്റിക്കുകൾ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിനേക്കാൾ ഭംഗി ഉണ്ടാവുക കൂടുതൽ അടുപ്പിച്ച് വെക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ സ്റ്റിക്കുകൾ അറേഞ്ച് ചെയ്ത് ഗ്ലൂ ഗണ്ണ് വെച്ച് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു റൗണ്ട് മൊത്തം നമ്മൾ സ്റ്റിക്ക് വെച്ച് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം, കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, കുറച്ചുകൂടി ഫലത്തിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തതുപോലെ 8x8 ഇഞ്ചിൻ്റെ സെയിം സൈസിലുള്ള ഒരു കാർഡ്ബോർഡ് കൂടെ സർക്കിളിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു അഭംഗി മാറ്റാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു കാർഡ്ബോർഡ് കൂടി കട്ട് ചെയ്തത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് ഇതുവരെയുള്ള സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മൾ ഫൈനലായിട്ട് കാണുക. ഇനി ഇതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റിക്കുകളെ നമുക്ക് ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് കൊണ്ടൊന്ന് ഭംഗിയാക്കാം. സ്പ്രേ പെയിൻറ്റ് എടുക്കുമ്പോൾ നിങ്ങളൊരു മെറ്റാലിക് ഗോൾഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. എനിക്ക് കിട്ടിയ വെറും ഗോൾഡാണ്. അപ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക മെറ്റാലിക് ഗോൾഡിനാണ്. എന്നാലും പ്രശ്നമില്ല, ഇവിടുത്തെ ഷോപ്പിൽ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ കിട്ടിയ ഗോൾഡൻ കൊണ്ട് യൂസ് ചെയ്തിട്ട് എല്ലാം സ്പ്രേ ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം ഞാനൊന്ന് ഉണങ്ങാൻ വെച്ചു. അതിനുശേഷം നമുക്ക് ഈ ഒരു മിറർ എവിടെയെങ്കിലും ഹാങ് ചെയ്യണ്ടേ, അപ്പോൾ അതിനൊരു ഹൂക്ക് വേണ്ടേ. അപ്പോൾ ഹൂക്കിന് വേണ്ടി ഞാനിവിടെ എടുത്തത് ഒരു ജൂട്ടിൻ്റെ ത്രെഡാണ്. അതൊന്ന് ഒരു 2-3 റോൾ എടുത്തൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് കുറച്ചൊരു കട്ടിക്ക് എടുത്തിട്ട് അത് ഞാൻ നന്നായിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ഒരു സൈഡിൽ ഇതേപോലെ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. നല്ല രീതിക്ക് ഒട്ടിക്കുന്നുണ്ട്. കാരണം മിററും കൂടെ വരുമ്പോൾ കുറച്ചുകൂടി വെയിറ്റ് ഉണ്ടാവും ഈ ഒരു ഡെക്കോറിന്. അത് താങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല രീതിക്ക് തന്നെ ഞാൻ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡിൽ നമുക്ക് മിറർ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ മിറർ ഒട്ടിക്കാനും ഞാൻ ഗ്ലൂ ഗൺ തന്നെയാണ് യൂസ് ചെയ്തത്, വേറൊരു ഗ്ലൂവും യൂസ് ചെയ്തില്ല. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മിറർ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ മിററിൻ്റെ സൈഡ് ഭാഗവും നമ്മളൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ച് സെറ്റ് ചെയ്താൽ കുറച്ചുകൂടി ഉറപ്പിൽ നിന്നോളും. ഇതാണ് അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വാളിലൊന്ന് ഹാങ് ചെയ്തിട്ടുള്ള പിക്ചറാണ് ഈ കാണിക്കുന്നത്. ആ ഒരു ഭാഗത്ത് ലൈറ്റ് ഇല്ല, അതാട്ടോ ക്വാളിറ്റി കുറച്ച് കുറവ്.
നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബീഡ്സൊക്കെ ആ സ്റ്റിക്കുമ്മൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി ഭംഗിയായി കിട്ടും. ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.